ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് പോകേണ്ടത്. മലപ്പുറത്ത് വാഹനത്തിന് കമ്പനി വാഗ്ദാനം ചെയ്ത മൈലേജും ഒപ്പം തകരാറും വന്നതോടെ വാഹന ഉടമയ്ക്ക് ഇരട്ടിയോളം തുക നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഉപഭോക്തൃ കോടതി. ചന്തക്കുന്ന് സ്വദേശി അബ്ദുൽ ഹക്കീമിന് അനുകൂലമായാണ് ഉപഭോക്തൃ കോടതിയുടെ വിധി. 2013 79,400 രൂപയ്ക്ക് വാങ്ങിയ ഹോണ്ട വാഹനത്തിന്റെ ഇരുചക്ര വാഹനത്തിന് കമ്പനി 72 കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്തെങ്കിലും 50-ൽ താഴെയാണ് ലഭിച്ചത്. കമ്പനി തകരാർ പരിഹരിക്കാതെ വന്നതോടെയാണ് അബ്ദുൽ കോടതിയെ സമീപിച്ചത്. നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഞാൻ 2013 ഒരു വണ്ടി എടുത്തായിരുന്നു, ഹോണ്ടൻ്റെ ഡ്രീമിക എന്ന് പറഞ്ഞ മഞ്ചേരി ഷോറൂമിൽ നടത്തത്. എൻ്റെ മൈലേജ് അന്ന് പറഞ്ഞിരുന്നത് 72 കിലോമീറ്റർ മൈലേജ് എന്ന് പറഞ്ഞത്. ആ 72 കിലോമീറ്റർ മൈലേജ് പോയിട്ട് 50 കിലോമീറ്റർ കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് ഭയങ്കര അടിയായിരുന്നു. അങ്ങനെ പോയി അപ്പോൾ കേസ് കൊടുത്തപ്പോൾ പിന്നെ അങ്ങനെ നീണ്ടുപോകുന്നൊക്കെ പറഞ്ഞവർ പിന്നെ അതാണ്. അങ്ങനെ ഏതായാലും ഇപ്പോൾ അനുകൂലമായ ഒരു വിധി വന്നു. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിധി. അപ്പോൾ ഇതിൽ ഞാൻ വളരെ സന്തോഷമാണ്. അഷ്കർ അലി കരിമ്പയാണ് ചേരുന്നത്. അഷ്കർ, എത്ര വലിയ കമ്പനി ആയാലും ശരി അങ്ങനെ അങ്ങ് പറ്റിക്കാൻ നോക്കിയാൽ നടക്കില്ല. ഇതിലിപ്പോൾ കോടതിയുടെ വിധി വളരെ ശ്രദ്ധേയമാണല്ലേ? ഇത് തീർച്ചയായും, കാരണം നമ്മളടക്കം പല ആളുകളും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിനാണ് ഈ അബ്ദുൽ ഹക്കീം 12 വർഷക്കാലം നീണ്ട നിയമ പോരാട്ടത്തിലൂടെ നീതി നേടിയെടുത്തിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം പല മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് പല കമ്പനികളും വാഹനങ്ങൾ വിൽക്കാറ്. പക്ഷേ പിന്നീട് ആ മോഹന വാഗ്ദാനം നിരത്തിലെത്തുമ്പോൾ ലഭിക്കാറില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു ഹോണ്ടയുടെ വാഹനം അബ്ദുൽ ഹക്കീം വാങ്ങുന്നു. 72 കിലോമീറ്റർ മൈലേജ് വാഹനത്തിന് ഓഫർ ചെയ്യുന്നു. പക്ഷേ 50 കിലോമീറ്റർ പോലും തികച്ച് മൈലേജ് ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രമല്ല വണ്ടിയിൽ നിന്ന് സ്ഥിരമായി തന്നെ ശബ്ദങ്ങൾ കേൾക്കുന്നു, പല വിധത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുകയും തകരാറുണ്ടാവുകയും ചെയ്തു. അങ്ങനെ കമ്പനിയുടെ അടുത്ത് പരാതിയുമായി പോയപ്പോൾ കമ്പനി സർവീസ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ പ്രശ്നം പരിഹരിക്കാതെ തന്നെ തുടർന്നു. പലതവണ സർവീസ് ചെയ്തിട്ടും പരിഹരിക്കാതെ വന്നതോടെ വണ്ടി മാറ്റി നൽകണമെന്ന ആവശ്യം ഹക്കീം കമ്പനിക്ക് മുന്നാകെ വെച്ചതോടെ കമ്പനി അതിന് വിസമ്മതിച്ചു. തുടർന്നാണ് ഹക്കീം നിയമ പോരാട്ടത്തിന് തുടങ്ങുന്നത്. മലപ്പുറം ഉപഭോക്തൃ കോടതിയിൽ പരാതി നൽകുന്നു. ആ പരാതിയിൽ 1 ലക്ഷം രൂപയോളം പിഴ വിധിക്കുന്നു. അതേ തുടർന്ന് കമ്പനി വീണ്ടും അപ്പീൽ പോയപ്പോൾ ഹക്കീമിന് അനുകൂലമായി തന്നെ വീണ്ടും മുകളിലെ കോടതിയിൽ കൂടി വിധിച്ചതോടെയാണ് 79,400 രൂപയ്ക്ക് വാങ്ങിയ വാഹനത്തിന് പകരമായി 1,43,714 രൂപ നഷ്ടപരിഹാരമായി ഹക്കീമിന് നൽകാൻ ഇപ്പോൾ ഉപഭോക്തൃ കോടതി വിധിച്ചിരിക്കുന്നത്. അതിനടിസ്ഥാനത്തിൽ ഈ തുക കൈമാറുകയും ഹക്കീം അദ്ദേഹത്തിന്റെ വണ്ടി തിരിച്ചു നൽകുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇനിതാ ശരി, അഷ്കറാണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത്.